ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതിനാവശ്യമായ പച്ചക്കറി മുരിങ്ങക്കായ്, കയ്പ്പ, പച്ചക്കായ്, പയർ, ക്യാരറ്റ് ഇവയൊക്കെയാണ്. അതിനെല്ലാ കഷ്ണങ്ങളും നമ്മൾ കുക്കറിലേക്ക് ഇടുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ 1 മുറി തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും നല്ല ജീരകമാണ് വേണ്ടത്. ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. മുളക് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തൈര് ഞാൻ പാക്കറ്റ് തൈരാണ് വാങ്ങിയത് കേട്ടോ. നമുക്ക് നാടൻ തൈരും ഉപയോഗിക്കാം, നല്ലതാണ്. ഞാൻ വെള്ളത്തിന് പകരം തൈര് ഉപയോഗിച്ചിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കാൻ പോണത്. നല്ലോണം അരയണ്ട, ഒന്ന് ചെറിയ തരിതരിയൊന്നും കുഴപ്പമില്ല കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ വന്ന് അപ്പം തന്നെ നമ്മൾ അതിൻ്റെ എയർ പോക്കി. ഇപ്പം പച്ചക്കറികളൊക്കെ വെന്തിക്കണ്, പക്ഷെ ഉടഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിനാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കുക. നല്ലോണം ഒന്ന് കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിച്ച് നല്ലോണം തേങ്ങ നല്ലോണം യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. അതിനകത്ത് കരിവേപ്പില ഇടുക. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് കരിവേപ്പില ഇടുക. കരിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. പീടികയിൽ നിന്ന് വാങ്ങുമ്പോൾ അധികം ഇടാൻ പറ്റില്ല, അതിൽ വിഷാംശം കൂടുതലായിരിക്കുമല്ലോ. ഇതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുക, അല്ലാണ്ട് വറവിടലൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടോട് കൂടി തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പമാണ്. ഈ കഷ്ണങ്ങളൊക്കെ കൂട്ടാത്ത മക്കൾക്ക് ഈ തൈരിൻ്റെ പുളി ഉണ്ടാകുമ്പോൾ കഷ്ണങ്ങളൊക്കെ കൂട്ടും. എൻ്റെ മോൻ സാമ്പാറിലെ കഷ്ണമൊന്നും കൂട്ടില്ല, ഈ അവിയലിൻ്റെ കഷ്ണമൊക്കെ കൂട്ടും.